ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് കുമ്പളങ്ങ മോരുകറിയുടെ ഒരു റെസിപ്പി കണ്ടാലോ. ആദ്യം ഞാൻ കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതും 2-3 പച്ചമുളക് കീറിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്കിനും ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതും 2 സ്പൂൺ തൈരും 2-3 ജീരകവും കൂടി അരച്ച് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ട വെള്ളരിക്ക വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടപ്പ് തുറന്ന് ഇളക്കിയിട്ടും വേവ് നോക്കുന്നുണ്ടായിരുന്നേ. അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അതിലൊന്ന് ചൂട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ മിക്കവാറും ഞാൻ വെളുത്തുള്ളി യൂസ് ചെയ്യാറുണ്ട് മിക്ക ഡിഷസിനും. പിന്നെ അതിലേക്ക് ഞാൻ ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് കീറിയത്, ഇത്രയും സാധനങ്ങളിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചോറുണ്ണാനായിട്ട് നല്ല കറിയാണ്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമ്മൾ കറി ഒന്ന് അടച്ചു വെക്കണം. ആ ഒരു കടുക് വറുത്തതിൻ്റെ ആ ഒരു മണവും ഗുണമൊക്കെ ആ കറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.